തൃശൂർ നഗരത്തിലെത്തുന്ന ആരും ഇനി വിശന്നിരിക്കേണ്ട എന്ന കോർപ്പറേഷൻ തീരുമാനം ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി ഹിറ്റായി. ഉച്ചയ്ക്കും വൈകിട്ടുമായി നിരവധി പേരാണ് മന്നയിലെത്തി വിശപ്പ് ശമിപ്പിക്കുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ബോധ്യമായതോടെയാണ് തൃശൂർ കോർപ്പറേഷൻ ഇതൊരു സ്ഥിരം പദ്ധതിയാക്കി മാറ്റിയത്. ശക്തൻ നഗറിൽ കോർപ്പറേഷൻ 40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കേന്ദ്രത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രതിദിനം 500-ലേറെ പേർ മന്നയിലെത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിലവിൽ ഉച്ചഭക്ഷണവും അത്താഴവുമാണ് മന്ന വഴി നൽകുന്നത്. പ്രഭാത ഭക്ഷണം കൂടി നൽകാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുകയാണെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ പല പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു പദ്ധതിയാണ് മന്ന. പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. തൃശ്ശൂർ പട്ടണത്തിൽ വരുന്നവർക്ക് ഒരു കാരണവശാലും ഭക്ഷണം കിട്ടാതെ മടങ്ങിപ്പോകരുത്. പട്ടിണിയില്ലാത്ത സിറ്റി, അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. കാലത്തും വൈകിട്ടും ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തുടക്കത്തിൽ അത് ഉച്ചയ്ക്ക് മാത്രമാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ആദ്യം വന്നത് ലയൺസ് ക്ലബ്ബുകാരാണ് ഞങ്ങളോട് സഹകരിച്ച് ഭക്ഷണം ഈ 2 വർഷക്കാലവും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വളരെ അത്യാവശ്യമാണെന്നും ഇത് സക്സസ് ആണെന്ന് എനിക്ക് എടുത്തു പറയാം. തൃശൂർ തേക്കിൻകാട് മൈതാനത്തും പരിസരങ്ങളിലും വിവിധ സ്ഥാപനങ്ങൾ പൊതിച്ചോറ് വിതരണം നടത്തിയിരുന്നു. ഇതുണ്ടാക്കുന്ന പരിസര മലിനീകരണവും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും പരിഗണിച്ചാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മന്ന ഹങ്കർ ഫ്രീ സിറ്റി എന്ന പദ്ധതി ആരംഭിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ.